സംസാരിച്ചു തുടങ്ങേണ്ടത് ആലപ്പുഴയിലെ ജെബിൻ കെ ജോസ്. വിഷയം ചന്തയ്ക്ക് പോയ പട്ടി. പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു എന്ന് ചിന്തിച്ചപ്പോഴേ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുവാൻ അവസരം ലഭിക്കുമെന്ന് നന്നായി അറിയാമായിരുന്നു. ചന്തക്കടവിൽ നെഞ്ചുവിരിച്ച് പുഞ്ചിരിക്കുന്ന 5 വിളക്കിന്റെ നാടായ ചങ്ങനാശ്ശേരിയിലുമുണ്ട് ആ സംഭവം. രാവിലെ തിരക്കാണ്. വിദൂരങ്ങളിൽ നിന്നും കച്ചവട വ്യാപാരികൾ എത്തി നിരവധി ക്രയവിക്രയങ്ങൾ നടത്തി തിരിച്ചു പോവാറുണ്ട്. പലപ്പോഴും പല ശ്വാനന്മാരെയും ആ ലാഗ് പക്ഷെ നമുക്ക് കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അല്ല കുഴപ്പമില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലെങ്കിലും വേണമല്ലോ ഇത്. ഇപ്പൊ എത്രാമത്തതാണ്? ജാഗ്രതയായിട്ടിരിക്കും. കരുനാഗപ്പള്ളിയിലേക്കുള്ള ദൂരം ചുരുക്കി വരുന്നു. താങ്കൾക്ക് തുടരാം. പല ശ്വാനന്മാരെയും കാണാറുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുകരണ മാത്രമല്ല ഈ സംസാരം കേട്ടാൽ തന്നെ പട്ടി ചന്തയ്ക്ക് പോയല്ലോ. കട്ടപ്പനയിലെ കുട്ടപ്പനാശാനും 8 കുട്ടികളും കെട്ടിയവളും കുട്ട നിറയെ മുട്ട വാങ്ങാൻ കുട്ടനാടേക്ക് പോയ സമയം. സാധനം വാങ്ങി ചെട്ടിക്കാടേക്കുള്ള പള്ളി വാങ്ങാൻ ഉദ്ദേശവും വാങ്ങി എന്നുള്ളത് രണ്ട് വാക്കാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇനി സൂക്ഷിച്ച് നിൽക്കണം. നമുക്ക് കണ്ണൂർ എത്താൻ സമയമായി. താങ്കൾക്ക് തുടരാം. പ്രസ്തുത സാധനം വാങ്ങി കോട്ടപ്പുറം സ്ഥലത്തെത്തി. പട്ടിയെ കണ്ട് ഞെട്ടിയ പട്ടി കണ്ട് ഞെട്ടി. കുട്ടപ്പന്റെ പട്ടക്കടയിൽ നിന്ന് 8 മുട്ട മോഷ്ടിച്ച് തൊട്ടടുത്ത പെട്ടിക്കടയിൽ കൊട്ടയിൽ വെച്ച വട്ടയപ്പം പൊട്ടിച്ചെടുത്ത് പെട്ടിക്കട രണ്ടാണ്. പക്ഷേ ആശയം ആവർത്തിച്ചു എന്നുള്ള സ്ഥലത്ത് പിടിക്കാൻ ഞാനല്ലല്ലോ, ഞാൻ ഇദ്ദേഹത്തിന്റെ ആശയമല്ലേ. ആശയം ആവർത്തിക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞല്ലോ. ഈ വിഷയം എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുമ്പോൾ ചന്തമേരിയെ കുറിച്ച് പറയാതിരിക്കുന്നത് അനിവാര്യമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തുടരട്ടെ. എന്തുകൊണ്ട് പ്രകൃതിയുടെ രൂപഭംഗികളിൽ ആ സ്ത്രീ ശ്രദ്ധിക്കപ്പെടുന്നു? എവിടെയും ഏത് സാഹചര്യത്തിലും ജീവിക്കേണ്ടതിന്റെ അനിവാര്യ ഘടകങ്ങളെ നിസ്തൂലമാക്കുന്ന കോട്ടപ്പുറം ചന്തയിലേക്ക് ചെന്ന ഞാൻ കട്ടപ്പനയിലെ കുട്ടപ്പനും 8 കുട്ടികളും കെട്ടിയവളും മുട്ട വാങ്ങാൻ വന്നിരിക്കുന്നത് കണ്ടു. 1983 ആവർത്തിച്ച താങ്കൾക്ക് തുടരാം. ചന്തയിൽ പോയ പട്ടിയെ കുറിച്ച് പറയുമ്പോൾ എന്തിന് കട്ടപ്പനയിലെ കുട്ടപ്പന്റെ കാര്യം പറയണം? ഇത് ആദ്യമായി എത്യോപ്യയിൽ ഒരു പട്ടി ചന്തയ്ക്ക് പോയി. ഒന്നും വാങ്ങാനാവാതെ തിരിച്ചു വന്നപ്പോൾ വീട്ടുകാർ ചോദിച്ചു, എന്തേ നിനക്കൊന്നും കിട്ടിയില്ലേ? ഇന്നലെ സ്പീഡ് കുറയും. നിങ്ങൾ സ്പീഡ് കുറയ്ക്കുന്നേ. ഓക്കെ, ശ്രീശാന്ത്. 2015 ഓഗസ്റ്റ് 28 തിരുവോണത്തിന്റെ തലേന്ന് ഉത്രാട ദിനത്തിൽ ഉറങ്ങിക്കിടന്ന എന്നെ തട്ടുണർത്തി. അയ്യേ സാറേ, അത് ഞാൻ എത്രയോ പേർ വിട്ടുകൊടു സാറേ. കാര്യമില്ല, വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല. താങ്കൾക്ക് ആലപ്പുഴയിലെ നല്ല ആളുകൾക്ക് ജീവിതമില്ല. നല്ല ആളുകൾക്ക് ജീവിതം. തുടരും. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ സ്ഫടികം എന്ന ചലച്ചിത്രത്തിലൂടെ ഏറെ പ്രശസ്തമാണ് ചങ്ങനാശ്ശേരി ചന്ത. അനുകരണ കലയിലൂടെ വളർന്നു വരുന്ന ജോഷി ചങ്ങനാശ്ശേരി എന്ന കലാകാരന്റെ പേരാണ്. ജോഷി ചങ്ങനാശ്ശേരി ഒരാളുടെ പേരും മറ്റേ ചങ്ങനാശ്ശേരി സ്ഥലമായതുകൊണ്ട് സ്ഥലം വന്നാൽ സ്ഥലപ്പേരാണ്. അല്ലല്ല, നമ്മുടെ ആൻസൺ കുറുമ്പത്തുരുത്ത് ജനിച്ച ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താങ്കൾക്ക് തുടരാം. എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ. ഇത്രയൊക്കെ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. താങ്കൾക്ക് തുടരാം. ജോഷി ചങ്ങനാശ്ശേരിയുടെ ഇറച്ചിക്കടയുടെ വാതിൽക്കൽ കാണാം നിരവധി ശ്വാനന്മാരെ. ഒന്നിനെ വിളിച്ചാൽ കൂടെ പോരും. പക്ഷേ വീട്ടിലെത്തിയാൽ അമ്മ വഴക്ക് പറയും. പട്ടി ചന്തയ്ക്ക് പോയതുപോലെയാണല്ലോ നീ തിരിച്ചു വന്നേക്കുന്നത് എന്ന് പലപ്പോഴും എന്നോട് ആരായാറുണ്ട്. എങ്കിലും വീടിനടുത്തുള്ള താങ്കൾക്ക് തുടരാം. പട്ടി ചന്തയ്ക്ക് പോയ പോലെ എന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമായി കടയിൽ സാധനം വാങ്ങാൻ പോയതാണ് ഓർമ്മ വരുന്നത്. ഓർക്കുമ്പോൾ ക്രിയ ഓർമ്മനാമവുമാണ്. അങ്ങനെ ഗണേശന്റെ കടയിൽ ചെന്നു. എനിക്ക് 1 കിലോ പഞ്ചസാര വേണം എന്ന്. 1 കിലോ മലയാളം
കിലോയ്ക്ക് മലയാളം കിലോയ്ക്ക് എന്താണ് മലയാളം പറയട്ടെ കണ്ടുപിടിക്കുന്നത് മലയാളം. കിലോഗ്രാം അല്ലേ കിലോയ്ക്ക് മലയാളം ഇല്ലാത്ത മൈല എന്റെ ഒരു ആക്ഷൻ ഒക്കെ കാണിച്ചു. ഹായ് ഹായ് അഞ്ച് 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 സാറേ, അഞ്ച് 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 സാറേ ഒന്ന് കെട്ടിപ്പിടിച്ചാലോ ഒരു റെഡി താങ്കൾക്ക് തുടരാം. അങ്ങനെ പട്ടി ചന്തയ്ക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ കയ്യിൽ 1 കിലോ പഞ്ചസാര ഉണ്ടായിരുന്നു. എവിടുന്നാ ഇത്? അപ്പുറത്തെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു. എന്തിനാ? ചുമ്മാ ഒരു രസം തോന്നി. ഓഹോ, അങ്ങനെയൊക്കെ ചെയ്യാമോ? അത് ചിലപ്പോൾ ഓക്കെ സമയം